ഞാനൊരു വീഡിയോ കണ്ടു. അപ്പോൾ അതാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ കണ്ടതാണ്. അപ്പോൾ ഇന്നലെ എനിക്ക് അതിനൊരു എന്താ പറയുക, അതൊന്ന് നിങ്ങളെ കൂടി ഒന്ന് കേൾപ്പിക്കണം എന്ന് എനിക്ക് തോന്നി. ഷെഫീന ബീബി ചെയ്ത വീഡിയോ ആണ്. എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്നാലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കേൾപ്പിക്കണം എന്ന് തോന്നി. ഒരു വീഡിയോ ഞാൻ കണ്ടത് ഇതാണ്: ഞാലിയാങ്കുഴി ബിനുവിൻ്റെ ഭാര്യ രേഷ്മയ്ക്കുള്ള മറുപടി. ആളാരാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, രേണു സുധി. ഒരു പാസ്റ്ററിൻ്റെ ഭാര്യയായിരുന്നു. എല്ലാവർക്കും ഉണ്ട് മക്കളെ ഈ പാസ്റ്റിൽ ഇതുപോലുള്ള കഥകൾ. അല്ലാണ്ട് ഒരാൾക്ക് രണ്ടുപേർക്കൊന്നുമല്ല, മിക്ക ആൾക്കാർക്കും അവരുടെയൊക്കെ ഒരു എന്താ പറയുക ലൈഫ് കുറേ മുമ്പൊക്കെ എടുത്ത് പരിശോധിച്ചാൽ കാണും. എല്ലാവരും പുണ്യാളന്മാരും പുണ്യാളത്തികളൊന്നും അല്ല. അപ്പോൾ സുധീനെ കെട്ടുന്നതിന് മുമ്പ് വേറെ കെട്ടിയതാണെന്നൊക്കെയാണ് പറയുന്നത്. സുധിയുടെ മൂന്നാമത്തെ ഭാര്യയാണെന്നാണ് പറയുന്നത്. അപ്പം ഈ ആരെങ്കിലും എവിടെയെങ്കിലും കിടന്ന് ചിലയ്ക്കുമ്പോൾ അത് കണ്ടിട്ട് ഇവിടെ വന്ന് ഇഞ്ഞുളയ്ക്കുന്ന ഒരു സാധനമുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ കണ്ണൻ്റെ കിണ്ണത്തിന് ഒരു അടിപൊളി മറുപടി ഷെഫീന ബീബി കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പുള്ളിക്കാരി ഇതിൻ്റെ ഒരു തമ്പനയിൽ ഒരു ഹെഡ്ലൈനൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അഭിസാരികയ്ക്ക് എൻ്റെ കൊച്ചിനെ കാണുമ്പോൾ കടി. അങ്ങനെയാണ്, സത്യമാണ് ആ പറയുന്നത്. എന്താണെന്നറിയോ, സ്വയം വേശ്യാണെന്ന് സമൂഹത്തിനോട് വിളിച്ചു പറയുന്ന ഒരു സ്ത്രീയാണ് ഈ കണ്ണൻ്റെ കിണ്ണം എന്ന് പറയുന്നത്. വേറെ എന്തെങ്കിലുമൊക്കെ പറയാനാണ് എൻ്റെ വായിൽ വരുന്നത്. പിന്നെ ഞാൻ സഭ്യതയോർത്ത് ഞാൻ പറയുന്നില്ല. പറയുന്നത് എനിക്ക് മാത്രമല്ലല്ലോ, കേൾക്കുന്നത് നിങ്ങൾക്കും കൂടി ഇതൊക്കെ ഒന്ന് ദഹിക്കട്ടെ. ഈ കണ്ണൻ്റെ കിണ്ണം എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെടുത്തിട്ട് ഉടനെ തന്നെ ഞോണ്ടും. ഇവൾക്ക് സ്വന്തമായിട്ടൊന്നും പറയാനില്ല. ഇവൾക്ക് സ്വന്തമായിട്ട് പറയാൻ ഇവൾക്ക് അറിഞ്ഞൂടാ. ഇവൾ ആരെങ്കിലുമൊക്കെ പണിക്ക് വെച്ചിട്ടാണ് പറയിപ്പിക്കുന്നത്. പിന്നെ ആരെങ്കിലും വല്ലയിടത്തും കിടന്ന് ചിലക്കുകയോ കുരയ്ക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതെടുത്തോണ്ട് വന്നിട്ടാണ് ഇവൾ പിന്നെ താങ്ങുന്നത്. അപ്പം ഇവൾക്ക് സ്വന്തമായിട്ട് എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു സ്റ്റാൻഡ് ഇല്ലാന്ന് കൂടി മനസ്സിലാക്കിക്കോണം. ഞാനിപ്പോ ഒരു വീഡിയോ ഇട്ടിന്റെ താഴെ വന്നിരുന്നത്, കണ്ണന്റെ കിണ്ണോ എന്റെ കാലിന്റെ ഇടയിൽ കടിയാണ് കണ്ണാ, എന്നെ ഒന്ന് കാണിക്കൂ കണ്ണാ മോങ്ങുന്ന എന്തിരച്ചി ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോറി ഗൈസ്, നമുക്ക് ഇവൾക്കൊക്കെ മറുപടി കൊടുക്കുമ്പോ മര്യാദയ്ക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ല. മറുപടി എന്ന വേസ്റ്റ് നിങ്ങൾ വിചാരിക്കണ്ട. ഇവള് പാലങ്ങളായിട്ട് നടന്നുകൊണ്ട് നാട്ടിലുള്ള ആണുങ്ങളുടെ വായിരിക്കുന്ന അത്രയും കേട്ടിട്ട് മതിയാവാതെ വീണ്ടും ഇറങ്ങി വന്നിരിക്കുകയാണ് എന്തിരച്ചി. എടി, നാണം ഉള്ളവളാണെങ്കിൽ അന്തസ്സുള്ളവളാണെങ്കിൽ എന്റെ ചെറുക്കൻ നിനക്ക് അയച്ച മെസ്സേജ് ഒന്ന് കാണിക്കാൻ മതി. ചെറുക്കനെ കണ്ടപ്പോ നിനക്ക് ശാമാനത്തിൽ ചൊറിച്ചിട്ട് വന്ന ഇവള് ഇതിനു മുമ്പ് ഈ ഷെഫീന ബീബിയുടെ മോനെ പറ്റി ഒത്തിരി അനാവശ്യ വീഡിയോകൾ ചെയ്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഷെഫീന ബീബിയുടെ മോൻ വിളിക്കുന്നു, മെസ്സേജ് അയക്കുന്നു, വേറെ എന്തൊക്കെയോ പരിപാടികളൊക്കെ കാണിച്ചു കൊടുത്തു എന്ന് വരെ പറഞ്ഞ വെറും വെടിവാണം കൊയിലാണ്ടി ബസ് സ്റ്റാൻഡാണ് ഈ കണ്ണൻ്റെ കിണ്ണം എന്ന് പറയുന്നത്. വെറും വെടി എന്ന് പറഞ്ഞപ്പോൾ അസല് വെടി. നമ്മളാരെങ്കിലും പറയുമോ നമ്മളിങ്ങനെ ഒരാൾ വിളിച്ചിട്ട് ഇന്നത് കാണിച്ചെന്നു എന്ന് സമൂഹത്തിനോട് ഉണ്ടായാലും പറയത്തില്ല. കാരണം നമുക്കൊരു മാന്യതയുണ്ട്, സഭ്യതയുണ്ട്. നമ്മളതെങ്ങനെ അത് ആരും അറിയാതെ സോൾവ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതാണ് നമ്മൾ ആദ്യം നോക്കുക. പക്ഷെ ഇവളങ്ങനെയല്ല. ഞാൻ വെടിയാണ് കേട്ടോ, ഇവിടെ വെടിവെക്കാൻ കിട്ടുമെന്നും പറഞ്ഞ് ഇവള് വിളിച്ചു പറഞ്ഞ് നമ്പറും കൂടി കൊടുത്തിട്ടാണ്. ഇപ്പം ഏതാണ്ട് ഇവിടെ ഫോട്ടോയോ നമ്പറൊക്കെ വെച്ചിട്ട് വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നു. ഒരു വെടി സ്വയം വന്നിരുന്ന് ഞാൻ വെടിയാണെന്ന് സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ആണുങ്ങളൊക്കെ വെടിവെക്കാനല്ലേ വിളിക്കുള്ളൂ. അപ്പം ആ വെടിക്കാരിക്ക് ഈ ചെറിയ ചെക്കന്മാരെ കാണുമ്പോൾ വല്ലാത്ത ഈ കടി എന്ന് പറയും, ഞൊളപ്പെന്ന് ഞങ്ങളുടെ ഭാഷയിൽ പറയും, അമ്മാതിര സൂക്കേടാണ്. ഇവൾക്ക് അവിടെയുള്ള ആ ഞാഞ്ഞൂള് വളയനെ കൊണ്ട് ഇവൾക്ക് പറ്റുന്നില്ല. അതൊന്നും ഇവൾക്ക് ഒരു കാര്യവും ഇല്ല. പക്ഷെ ഇവൾക്ക് നല്ല തണ്ടും തടിയുള്ള ചെറിയ 28 വയസ്സ് 27 വയസ്സ് പ്രായമുള്ള, അതായത് 30 വയസ്സിനൊക്കെ താഴെയുള്ള ചെറിയ ആ കുട്ടികളെ കാണുമ്പോഴാണ് ഇവൾക്ക് സൂക്കേട് ഇളകുന്നത്. എന്നിട്ട് ഇവള് പറയും, അവൻ എൻ്റെ കൂടെയായിരുന്നു, അവൻ എന്നെ അങ്ങനെ ചെയ്തു, അവൻ എന്നെ ഇങ്ങനെ ചെയ്തു. വെറും പിഴകളായിട്ടുള്ള വെടികളല്ലേ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുള്ളൂ. ശാമാനത്തിൽ ചൊറിച്ചില് വന്നു. ആ ചൊറിച്ചില് കൊണ്ടാണ് അവൻ വെപ്രകളപ്പെട്ട് ഇറങ്ങിയിരിക്കുന്നത്. കടി മൂത്താ മുരുക്കി കയറി താഴോട്ട് ഇറങ്ങുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. കേട്ടോടി, കണ്ണന്റെ കിണ്ണമേ, മുരിക്കിന്റെ മരത്തിൽ നീ വലിഞ്ഞു കയറണം. എന്നിട്ട് നീ അങ്ങോട്ട് കടി വരുമ്പോ നീ അങ്ങോട്ട് താഴോട്ട് ഊർന്ന് അങ്ങോട്ട് ഇറങ്ങണം. നിന്റെ കൂടെയുള്ള കണാരനെ കൊണ്ട് നിന്റെ കടി മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ നീ ഈ വിദ്യ ഒന്ന് പ്രയോഗിച്ചു നോക്കടി കിണ്ണമേ. അവിടെ ഒരുത്തനില്ലേ, അവനെ കുത്തി കയറ്റാൻ നോക്കി. അല്ല, എന്റെ ചെറുക്കന്റെ തലയിലോട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് എന്തിരച്ചി. എടി, നാണം ഉള്ളവളാണെങ്കിൽ അന്തസ്സുള്ളവളാണെങ്കിൽ എന്റെ ചെറുക്കൻ നിനക്ക് അയച്ച മെസ്സേജ് ഒന്ന് കാണിക്കാൻ മതി. ചെറുക്കനെ കണ്ടപ്പോ നിനക്ക് ശാമാനത്തിൽ ചൊറിച്ചില് വന്ന ആ ചൊറിച്ചില് കൊണ്ടാണ് അവൻ വെപ്രകളപ്പെട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഈ കടി മൂത്താ മുരുക്കി കയറി താഴോട്ട് ഇറങ്ങുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുത്തി കയറ്റി.
നീ അടി വാങ്ങിക്കാൻ അലവലാതിക്ക് ഉണ്ടായവളെ. എനിക്കധികം നേരമൊന്നും ആവത്തില്ല നിന്റെ വീട്ടിൽ. അലവലാതിക്കുണ്ടായവളെ എന്ന് പറഞ്ഞപ്പോ അലവലാതി ആരാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലല്ലേ? അതാണ്. ഈ ഒരു കാര്യം, ഈ ഒരു വിഷയം നമുക്ക് ആര് പറഞ്ഞു കേൾക്കുന്നത് നമുക്ക് സന്തോഷാണ്. ഞാൻ മാറി സംസാരിച്ചിട്ടുള്ളൂ. ചെറുക്കന്റെ പേരും പറഞ്ഞിട്ട് വന്നാ നാറി എന്റെ വാങ്ങിക്കും. ഇത്രയും എരണം കെട്ട ഈ നാറിയുടെ കയ്യിൽ നിന്നാണ് നിങ്ങൾ കൃഷ്ണനെ വാങ്ങിക്കുന്നത്. ഇത്രയും ഗതികെട്ട ഒരു കിഡ്നൻ, ഇത്ര ഒരു ഗതികെട്ട കിഡ്നൻ വേറെ ഇല്ല. ഇത്ര ഗതികെട്ട ഒരു ഹിന്ദുക്കള് വേറെ ഇല്ല. സത്യമാണ് ഞാൻ പറയുന്നത്. ഇവളെ കൊണ്ടു നടക്കുന്ന ഏത് ഹിന്ദു ആണെങ്കിലും എന്തിനാ കൊണ്ടു നടക്കണേന്ന് അവന് മാത്രമേ അറിയുള്ളൂ. ഇവിടെ പേരിപ്പം വെടിവാണം എന്നാണല്ലോ. അപ്പൊ വെടിവെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണ ആണുങ്ങളാണ്. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് അറിയില്ലല്ലോ ഈ കൊണ്ടുവരുന്ന സാധനം വെറും വെടിവെച്ചാങ്കോവിൽ വിലാസിനിയാണെന്നുള്ള കാര്യം. വെടിവെച്ചാങ്കോവിൽ ബസന്തി അതാണെന്നുള്ള കാര്യം വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്കോ കുട്ടികൾക്കോ ഒന്നും അറിവുണ്ടാവില്ല. എൻ്റെ ഹിന്ദുക്കളെ, നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കടിയാണെന്ന് എനിക്ക് ചോദിക്കേണ്ടി വരും. നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കൃമികടിയാണ്, സൂക്കേടാണ്? ഈ എന്തിരിച്ചിയുടെ കയ്യിൽ നിന്ന് ഇത്രയും വലിയ തുകയും കൊടുത്തിട്ട് ഈ കണ്ണനെ വാങ്ങിച്ചിട്ട് നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അത് തിന്നാൻ പറ്റുമോ? ഭക്ഷിക്കാൻ പറ്റുമോ? ഇത്രയും വലിയ തുക കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കണ്ണനെ വാങ്ങിച്ച് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണോ? എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. പെണ്ണൊരുമ്പിട്ടാന്ന് കേട്ടിട്ടില്ലേ? പെണ്ണൊരുമ്പിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അല്ലാണ്ട് ഇതൊന്നും ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് കാണാൻ നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് പറ്റില്ല. നിങ്ങളെപ്പോലെയുള്ള വിഡ്ഢികളായ ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ അതങ്ങനെ വിചാരിച്ചിട്ടിരിക്കുക. മനസ്സിലായില്ലേ? നമ്മളെന്താ ഇങ്ങനെയൊക്കെ മതത്തിനെ വെല്ലുവിളിക്കാനും ചൂഷണം ചെയ്യാനും മതം വിൽക്കാനും ദൈവങ്ങളെ വിൽക്കാനും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്കും ഉണ്ടാവൂടോ സമ്പത്ത്? ഏത് നേരം എന്റെ മക്കൾ അവളെ നോക്കുക പോലുമില്ല, അറിയ പോലുമില്ല. മുതുക്കി എന്ന് പറഞ്ഞാൽ പറച്ചി മുതുക്കി. 18 വയസ്സുള്ള ചെറുക്കന്റെ തള്ളയാണ്. അവളെ ആഗ്രഹം നോക്ക്, എന്റെ പൊടിയനെ വേണോന്ന്. ചെറുക്കനെ കാണുമ്പോ പെണ്ണിനങ്ങ് ചൊറിച്ചില്ല. എങ്ങനെ ഷെഫീന ബീബി പറഞ്ഞു മനസ്സിലാക്കിന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ മിനിയാന്ന്, ഇന്നലെയല്ല അതിന്റെ മുന്നത്തെ ദിവസം ഞാൻ ഈ സാധനത്തിനെ നേരിട്ട് കണ്ടിട്ടുണ്ടായി. ഇപ്പൊ ഷെഫീന ബീബി പറഞ്ഞ മുതുക്കി എന്ന് പറഞ്ഞപ്പോ പറച്ചി മുതുക്കി. എടി ഇതിലും നല്ലത് ഞാനത് പറയാനിരുന്ന ഒരു വിഷയമായിരുന്നു. അപ്പൊ ഷെഫീന ബീബിയുടെ ഈ വീഡിയോ കൂടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതെനിക്ക് പറയാം, ഈ വീഡിയോ കൂടി നിങ്ങളെ കേൾപ്പിച്ചിട്ട് പറയാൻ പറ്റിയ ഒരു അവസരം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ കാര്യം എനിക്ക് പറയാൻ വേണ്ടി മാത്രം. മുതുക്കേടി കിളവി തള്ളകള്, 80ഉം 90ഉം വയസ്സായ തള്ളകള് ഇതിലും അന്തസ്സായിട്ട് ഓടി നിവർന്ന് നടക്കും. എടി കൂനി തള്ളെ, എടി മുതുക്കി, നിന്നെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു കിളവീനെയാണ് ഓർമ്മ വന്നത്. സത്യം. ഈ പാണ്ടിലോറി നമ്മളിങ്ങനെ അലങ്കരിച്ച് വരൂലേ, അത് എടി നിനക്കൊന്ന് കുളിച്ചൂടെ? തമിഴത്തികൾ നിന്നേക്കായും ഭംഗിയുണ്ടല്ലോ ഇപ്പൊ കാണാനായിട്ട്. ഈ 80ഉം 90ഉം വയസ്സായിട്ടുള്ള തമിഴത്തികൾ വന്ന് നിൽക്കണ പോലെ നാണമില്ലേടി ചൂലെന്ന് എനിക്ക് ചോദിക്കും. ഞാൻ കണ്ട കാഴ്ചയാണ് ഞാൻ പറയുന്നത്. കണാരേട്ടനെ എന്നെ കണ്ടു. കണാരേട്ടൻ രണ്ടാമത് നോക്കുമ്പോ കണാരേട്ടനെ ഞാൻ കണാരേട്ടനെയും കണ്ടില്ല, ഈ കണ്ണന്റെ കിണ്ണത്തിനെയും കണ്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ മുങ്ങി രണ്ടും കൂടി. മഞ്ജുളാലിന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞ കഥ നിങ്ങൾക്കറിയോ? നിങ്ങൾക്കറിയില്ലെങ്കിൽ എനിക്കറിയാം. ആ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇപ്പോഴും കേൾപ്പിച്ചുതരാം. മഞ്ജുളാലിന്റെ അടുത്ത് നിന്നിട്ട് എന്നെ കാണുവാണെങ്കിൽ ഇപ്പൊ പൊട്ടിക്കുന്നു, കണാരൻ പൊട്ടിക്കുന്നു. ഇനിയും നേർക്ക് നേരെ കാണാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവും. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ലട കണാര. എന്തായാലും നീ പൊട്ടിക്കാൻ ഒരുങ്ങിയതല്ലേ, 2 എണ്ണം വാങ്ങിക്കാൻ ഞാനും തീരുമാനിച്ചിട്ട് എന്നെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ മുതുക്കി എന്ന് പറഞ്ഞപ്പോ പറ വെടി മുതുക്കി. ആ ലുക്കാണ് ഈ ഊള ഈനാൻ പേച്ചിക്ക്. 80 വയസ്സായിട്ടുള്ള തള്ളമാര് ഇതിലും അന്തസ്സായിട്ട് നടക്കും. എടി ഇത്തിരിയെങ്കിലും നിനക്കൊന്ന് നിവർന്ന് നടന്നൂടെ? ഞാൻ ചോദിക്കണേ കൊണ്ട് ഒന്നും തോന്നരുത്. എടി തള്ളേ, എടി കിളവി തള്ളേ, നിനക്കൊന്ന് നിവർന്ന് നടന്നൂടെ? നീ കൂനിക്കൂടി നിന്റെ ആ വയറും ആ മറ്റേ അമ്മിഞ്ഞയും കൂടി മുട്ടിച്ച് നടക്കണ നടത്തം നിനക്കൊന്ന് നിവർന്ന് നടന്നൂടെ? വയസ്സായിട്ടുള്ള തള്ളകൾ ഇതിൽ അന്തസ്സായിട്ട് നിവർന്ന് നടക്കൂലോടി. കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ സുഹൃത്തുക്കളെ, കിളവി എന്ന് പറഞ്ഞപ്പോ ഒരമ്മാതിരെ കിളവിയായി ഇവള്. ഇനി ഈ വെടിവണ്ടി പണ്ടത്തെ പോലെ ഓടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് കിളവി തള്ളയായി. ഇനി ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ടു പോയാലായി, അത്രേ ഉള്ളൂ. കൂട്ടിക്കൊണ്ടു പോകണവർക്കിടെ പിക്ചറും വീഡിയോ ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ.
കണാരേട്ടൻ പക്ഷെ ചെറുപ്പട്ടോ, ഞാൻ ഇന്നലെ കണ്ടതാണ്, ഇന്നലെ അല്ല സോറി മിനിയാന്ന്. ഇവള് പക്ഷെ കിളവി ലുക്കായിപ്പോയി. ഈ തമിഴത്തികള് കുളിക്കാണ്ട് സ്വർണ്ണാഭരണമൊക്കെ ഇട്ട് വന്നാൽ എങ്ങനെ ഇരിക്കും? ഊളത്തമിഴത്തികള്, പാണ്ടിച്ചി എന്ന് പറഞ്ഞാൽ പോരാ, പൂര കിളവി പാണ്ടിച്ചി. ആ ലുക്കായി അവള്. മുതുക്കി എന്ന് പറഞ്ഞാൽ പറച്ചി മുതുക്കി. 18 വയസ്സുള്ള ചെറുക്കന്റെ തള്ളയാണ് അവളെ ആഗ്രഹം. നോക്കും കൊടിയനെ വേണോന്ന്. ചെറുക്കനെ കാണുമ്പോ പെണ്ണിനങ്ങ് ചൊറിച്ചില്ല. ഈ കിളവി പറ മുതുക്കി വെടിക്കാണ് എന്ത് വേണമെന്ന്, ഈ ഷെഫീന ബീബിയുടെ 27 വയസ്സായിട്ടുള്ള കൊച്ചു ചെക്കനെ വേണമെന്ന്. ഈ പറ വെടി മുതുക്കി ഷെഫീന ബീബിയുടെ മരുമോളാവണമെന്ന് ഈ മുതുക്കി തള്ള. ഈ കിളവിത്തള്ളയാണല്ല ഈ കൊച്ചു ചെറുക്കന്മാരെ പറ്റി മാതിരി അനാവശ്യ വർത്താനം, ഈ വക അനാവശ്യ വർത്താനം. ഇവള് വെടിവെക്കാൻ ആ ചെക്കനെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയത്. സത്യം എനിക്ക് തോന്നുന്നു ഈ ചെറിയ ചെക്കന്മാരെ കാണുമ്പോൾ ഇവള് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് പോവുകയാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇവൾക്ക് വെടിവെക്കാൻ മുട്ടുമ്പോൾ ചിലപ്പോൾ കടാരേട്ടൻ്റെ ഈ ഒരു സുനാമി കൊണ്ട് ചിലപ്പോൾ പറ്റുന്നില്ലായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ തണ്ടും തടിയുള്ള പിള്ളേരെ കാണുമ്പോൾ ചിലപ്പോൾ ആഗ്രഹങ്ങളൊക്കെ തോന്നി അങ്ങോട്ട് പോകുന്നതായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇവള് ചിലപ്പോൾ ഈ ആഴ്ചയിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. കാരണം മാസത്തിൽ ഒരു 2 അബോർഷൻ ഇവള് നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങൾ ആ ആശുപത്രിയിൽ പോയി അന്വേഷിച്ചാൽ നിങ്ങൾക്കറിയാം. മാസത്തിൽ 2 അബോർഷൻ വെച്ചിട്ട് നടത്തിയിട്ടാണ് ഈ ഇങ്ങനെ വന്ന് മലന്ന് ട്രിപ്പിട്ട് കിടക്കുന്നത്. അതാണ് നിങ്ങളെ കാണിച്ചിരുന്നത്. അല്ലാതെ ഇവള് പറയുന്ന അസുഖമൊന്നും അല്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീർത്ത് വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ആവുമ്പോ അവിടെ കൊണ്ടുപോയി കളയാണ്. നാണോടി കിളവി തള്ള നാർച്ചി. അവളെ ആഗ്രഹം നോക്കും എന്റെ പൊടിയനെ വേണോന്ന്. ചെറുക്കനെ കാണുമ്പോ പെണ്ണിനങ്ങ് ചൊറിച്ചില്ല. കഴപ്പ് മൂത്ത് നിൽക്കുക. നാളുണ്ടവൻ എന്റെ കെട്ടിയവൻ അതെന്തോ അടിയ വാനിഷാണോ നിന്റെ കെട്ടിയവൻ? കിട്ടി അണ്ണാക്കി കിട്ടിയത് നിനക്കല്ലേ? കേസില്ലേ? തന്നില്ലേ ഒരെണ്ണം? തന്നാ പോരാന്നുണ്ടോ എനക്ക്? ബസ് സ്റ്റാൻഡ് കക്കൂസൻ, നാണം കെട്ടോലെ കൊയിലാണ്ടി കക്കൂസൻ. എടി കൊയിലാണ്ടിയിലുള്ള ആണുങ്ങളെ മതിയായ എനക്ക്. നീ തിരുവനന്തപുരത്തുള്ള ആമ്പുലത്തെ കണ്ടിട്ട് വന്ന കഴപ്പ് തീർത്ത് തരാം. പക്ഷെ എന്തായാലും നിന്റെ അടുത്തേക്ക് എന്റെ കൊച്ചു വരാൻ താല്പര്യപ്പെടുന്നില്ല, വരികയുമില്ല. നീ എങ്ങനെ പ്രതീക്ഷിക്കാൻ പോലും. എന്റെ ഷെഫീന ബീബി ഇവളെ അടുത്തെങ്ങാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായി? മുതുക്കി തള്ളേനെയാണോ നിങ്ങൾ ഇങ്ങനെ മരുമോളാക്കാൻ നടക്കണത്? അവൾക്ക് ആഗ്രഹം ഉണ്ടാവും. അവൾ ഈ കിളവിയായിപ്പ ചെറിയ ചെക്കന്മാരെ കെട്ടി നിങ്ങളെ പോലെയുള്ള നല്ല എന്താ പറയാ അമ്മായിമ്മമാരെ കിട്ടണമെന്ന് ഈ കിളവി തള്ള ഈ കരിങ്കാലി മോറി ഈ തമിഴത്തി പാണ്ടിച്ചി പുണ്ടമോൾക്ക് ആഗ്രഹം ഉണ്ടാവും. പാണ്ടി ലോറി വന്ന പോലെയാണ് ഈ നാർച്ചി വരുന്നത്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അത്രത്തോളം വൃത്തികെട്ട രൂപമാണ്. ആരാണോ നമ്മുടെ ഇവിടെ ഹിന്ദുക്കൾ കണ്ണുപൊട്ടന്മാരുള്ളത്, ഇവളെയൊക്കെ കാണിച്ചിട്ട് ഇവള് നല്ല ഭംഗിയാണെന്ന് പറയുന്ന ആൾക്കാർ ശരിക്കുള്ള ഭംഗി എന്താണെന്ന് അറിയാത്ത ആളുകളാണ് ഇവളെ പറ്റി ഭംഗിയാണെന്ന് പറയുന്നത്. ഇനിയാന്ന് ലേറ്റസ്റ്റ് ആയിട്ട് പാണ്ടിലോറി ഈ ഇങ്ങനെയൊക്കെ അലങ്കരിച്ച് പാണ്ടിലോറി വരൂലേ, അതേ മോഡല് കൂറക്കിളവി തമിഴത്തി എന്ന് പറഞ്ഞാൽ കൂറക്കിളവി തമിഴത്തി. അതിൻ്റെ അപ്പുറം എനിക്കൊന്നും ഈ കൊണ്ണന്റെ കിണ്ണത്തിനെ പറ്റി പറയാനില്ല. എന്റെ കൊച്ചു വരാൻ താല്പര്യപ്പെടുന്നില്ല, വരികയുമില്ല. നീ എങ്ങനെ പ്രതീക്ഷിക്കാൻ പോലും വേണ്ട. അമ്മായി എടി എന്റെ 1 വയസ്സോ 2 വയസ്സോ ഇളയതാണ് നീ. അതിനപ്പുറം നീ എന്തോ ഒന്നുമില്ല. സത്യോട് നിങ്ങളെക്കായി കൂടി വന്ന ഒരു 4 വയസ്സിന്റെ ഇളയതാക്കിക്കോ. അവൾക്ക് എപ്പോഴും നിത്യ 33. അവൾക്ക് കൂടെയില്ല കുറയില്ല. നിങ്ങളെക്കായി ഒരു 2, 3, 4 വയസ്സിന് ഇളയതാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാ ഈ പാണ്ടിലോറി പുണ്ടച്ചി കൂറ തമിഴത്തിന്റെ. അതും ലേറ്റസ്റ്റ് മിനിയാന്ന് ഞാൻ ഇവളുടെ രൂപം ശരിക്കും കണ്ടതാ. അവള് വന്നേക്ക് നമ്മള് വർത്താനം പറഞ്ഞോണ്ട് പിന്നെ നിന്റെ അടുത്ത് മറുപടി പറയണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ മാറി നിന്നതാണ്. ഞാൻ കണ്ടില്ല. പിന്നെ ഈ വന്ന് ഇട്ട കമന്റ് കണ്ടിട്ടാണ് ഞാൻ വന്ന് നോക്കിയത്. അങ്ങ് വിശാലമായിട്ടിരുന്ന് പറയുന്നുണ്ട്. കമന്റ് ഇടാവാതേക്കോ എന്താ രേണു സുധി നിന്നെ പിടിച്ച് ഉണ്ടാക്കി തന്ന? രേണു സുധിക്ക് വക്കാലത്ത് കൊണ്ടുവന്ന? എനിക്ക് പണ്ട് ഷാജി നടിരുന്ന് എന്തോ പറഞ്ഞപ്പോ ഇവിടെ അതേറ്റ് പിടിച്ചോണ്ട് വന്ന് അതിന് ഷാജിയുടെ വായിന്ന് നല്ലോണം കിട്ടി. റിയാക്ഷൻ വീഡിയോക്കാരെ മറ്റുള്ളവർ പറയുമ്പോൾ അതും പൊക്കി പിടിച്ചിട്ട് വേണോ എൻ്റെ പാണ്ടിച്ചി പുണ്ട തമിഴത്തി നിനക്ക് വന്നിരുന്ന് ചിലക്കാനായിട്ട്? നിനക്ക് സ്വന്തമായിട്ടൊന്നും പറയാനില്ലേ? നിനക്ക് വാടകയ്ക്ക് ആൾക്കാരെ എടുത്തിട്ട് വേണോ ഈ റിയാക്ഷൻ വീഡിയോക്കാരെ ചീത്ത പറയിപ്പിക്കാനായിട്ട്? അല്ലെ തെറി ചീത്തല്ലല്ലോ തെറി പറയിപ്പിക്കാനായിട്ട്? അപ്പം ഷാജി ഇതുപോലെ പണ്ട് ഷെഫീന ബീബീനെ എന്തോ പറഞ്ഞപ്പോൾ അത് എടുത്തുകൊണ്ട് വന്നിട്ടേ. ഇന്നലെ മിനിയാന്നട്ട 2 ദിവസം മുമ്പ് രേണു സുധി എന്തോ പറഞ്ഞപ്പോൾ അതും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഇങ്ങനെ വല്ലവരും ഛർദ്ദിക്കണത് കൊണ്ടുവന്നിരുന്നിട്ട് വേണം ഇവർക്ക് ഇരുന്ന് തിന്നാൻ.
ഉണ്ടാക്കി തന്ന രേണു സുതിക്ക് വക്കാലത്ത് കൊണ്ടുവന്ന ആരാന്റെ അമ്മ ഛർദിക്കുന്നത്, ആരെങ്കിലും തൂറി വെച്ച തീട്ട, ഇതല്ലാതെ നിനക്ക് നിന്റെ കയ്യിൽ നിന്നൊന്നും പറയാനില്ലേ? ഗുരുവായൂരപ്പ ഈ ആരാണ്ട് തൂറിയത് ഛർദിക്കുന്നതും വാരിക്കൊണ്ടുവന്ന് വെച്ച് തിന്നലാണ് ഈ കണ്ണന്റെ കിണ്ണത്തിന്റെ പരിപാടി, ഈ കൊയിലാണ്ടി വെടി ബസ് സ്റ്റാൻഡിന്റെ പരിപാടി. അല്ലാണ്ട് അവർക്ക് സ്വന്തമായിട്ട് വിളിക്കുന്നു ചെന്ന് കേറ്. സംഖ്യകൾക്ക് ചുണയില്ലാണ്ട് നല്ല ഫസ്റ്റ് ക്ലാസ് പാര കുത്തി കയറ്റി കൊടുക്കേണ്ട കേസാണ്. കഴപ്പ് മൂത്ത് കിടക്കുന്ന സത്യമാണ്. കഴപ്പ് എന്ന് പറഞ്ഞാൽ പോരാ, ഭൂലോക കഴപ്പുള്ള ഒരു പെണ്ണിനെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല. രേണുസുതി പോലും പലതരം വീഡിയോകൾ ഇറക്കണം കണ്ടിട്ടുണ്ട്. ഇപ്പൊ കിടക്കണത് ഇരിക്കണത് ഒന്നുമല്ല ഇതിന്റെ മുമ്പിൽ എന്നറിയാം. ഇവൾക്കുണ്ടല്ലോ ഇളകിയാലുണ്ടല്ലോ അമ്മാതിരെ കഴപ്പാണ്. കൂടെയുള്ളവനെ കൊണ്ടും പറ്റുന്നില്ല, അവളുടെ ദുബായിക്കാരനെ കൊണ്ടും പറ്റുന്നില്ല, നാട്ടുകാർക്കിടെ പുറത്ത് മുഴുവൻ കയറാൻ പോകുന്നുണ്ട്, അവരെ കൊണ്ട് ഈ മതയാനേനെ തളയ്ക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. ഇതൊക്കെ എവിടെയെങ്കിലും ഇടിച്ച് നീക്കുമ്പോഴാണ് ഇതൊക്കെ അറിയുള്ളൂ. അത്രത്തോളം ഈ പാണ്ടി പുണ്ടച്ചി തമിഴത്തിക്ക് കഴപ്പിന്റെ വേദനയാണ്. സത്യമാണ്. എന്റെ തലയിൽ കയറാനായിട്ട് വെച്ചിട്ട് പൊടി അലവലായി ആന്റി എവിടെയെങ്കിലും തിരുവനന്തപുരം വരാൻ പോവാ, എന്നിട്ട് ഷെബീനായെ വിളിക്കും. ഷെബീന അവിടെ വന്ന് സംസാരിക്കാം. യാത്ര ചെയ്ത് വരാൻ വയ്യ, കൊയിലാണ്ടിൽ എന്നെ ഇറക്കരുത് പമ്മി, അതോടെ തീരുന്നി, നിന്റെ അഹങ്കാരം അതോടെ അങ്ങ് അടങ്ങും. വെറുതെ എന്റെ വായെന്ന് കേൾക്കരുത്. കുറെ നാളായിട്ട് 4 ദിക്കിൽ നിന്ന് ഇങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയാണ്, നടക്കണില്ല ഒന്നും. അങ്ങോട്ട് കൊച്ചിനാ പറഞ്ഞു മോനെ വേണം, അയ്യോ മോനെ കണ്ടങ്ങ് ഒരിക്കുകയാണ്. ഞാനിങ്ങനെ കാണും. ഇവിടെ എന്താ സംഭവിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷെഫീനേനെ ആരെങ്കിലും എന്തെങ്കിലും, എവിടെ ഷെഫീനയ്ക്ക് ഒരുപാട് ശത്രുക്കളുള്ളതാണല്ലോ. അപ്പൊ എവിടെന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോ അത് കൊണ്ടുവന്ന് വയ്ക്കും. അത് കാമിത, ഈ തീട്ടം ബൈജുവിനെ പോലെയുള്ള ആൾക്കാർ ഈ കാമിതമാർക്കിടെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് വന്നിട്ട് ഇവക്കടെ കാലിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് വീരും. ഹിന്ദുക്കൾക്കിടെ വില കളയാനായിട്ട് തീട്ടം ബൈജു ചെയ്യണ കൂറ പരിപാടി. അപ്പൊ ഹിന്ദുക്കൾക്കിടെ പേരും വിലയും കളയാനായിട്ട് ഇതുപോലുള്ള കൂറ ഹിന്ദുക്കൾ, ഈ തീട്ടം ബൈജുവിനെ പോലെയുള്ള കൂറ ഹിന്ദുക്കൾ വന്നിട്ട് ഇതുപോലുള്ള ഈ മാപ്പിളച്ചിമാർക്കിടെ മുമ്പിൽ ഇതുപോലെ സാഷ്ടാംഗം വീണ് നമിച്ച് കിടന്ന് ഉരുളുന്ന കാര്യം നമ്മളൊന്നും അതിന് കിട്ടൂലട്ടാ. നമ്മളെ അതിന് കിട്ടൂല. നീ പലരെ നീ വിലക്ക് വാങ്ങിക്കാൻ നോക്കണ്ട, പക്ഷെ നമ്മളെ ഒന്നും അതിന് കിട്ടൂലട്ടാ. ഞാനിങ്ങനെ ആണുങ്ങളെ കണ്ടിട്ടുള്ളൂ. സത്യമായിട്ട് ആരെങ്കിലും പെണ്ണുങ്ങളെ സത്യം. ആണുങ്ങളെ കണ്ടിട്ടുള്ളൂ. ഈ പെണ്ണുങ്ങൾ ഞാൻ ആ പെണ്ണിനെ അത് ചെയ്തു, ഞാൻ ആ പെണ്ണിനെ വെടിവെക്കാൻ പോയി എന്ന് ആണുങ്ങളെ പറയുന്നുണ്ടെങ്കിൽ തന്നെ ആണുങ്ങളെ പറയുന്നുണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ ഇന്ന ആൾക്കാരെ വെടിവെക്കാൻ പോയിന്ന് ഒരു പെണ്ണ് വന്ന് പബ്ലിക്കായിട്ട് വിളിച്ചു പറയണ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇങ്ങനെ ഒരു മുതലിനെ ഞാൻ കണ്ടിട്ടില്ല. അത്രത്തോളം വെടി വാണം വേശി എന്നല്ലാണ്ട് ഈ കൂറ പുണ്ടച്ചി തമിഴത്തിന് ഒന്നും പറയാനില്ല. സത്യം. കഴപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിന്റെ ഈ കഴപ്പ് ഇവിടെ എങ്ങും അടങ്ങൂല. ഇവക്ക് നല്ല ചെരവാത്തടി ഒലക്കയോ അല്ലെങ്കിൽ ചെരവാത്തടിയോ വേണം, ഇട്ടങ്ങോട്ട് വലിക്കണം, എന്നാലാണ് ഈ കഴപ്പ് തീരുള്ളൂ. കാരണം എപ്പോഴായാലും നിന്നെ പറ്റിയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരും. തീർച്ചയായിട്ടും ഇതെന്റെ അമ്മയാണെന്ന് ആ ചെറുക്കന് പറയേണ്ടി വരത്തില്ലേ? 18 വയസ്സുള്ള ചെറുക്കൻ എനിക്ക് തല പൊക്കാൻ വയ്യാത്ത തർക്കമുള്ള സാധനങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നടക്കുകയാണ്. ബസ് സ്റ്റാൻഡ് കക്കൂസ്. ഈ കൊയിലാണ്ടിക്കാർക്ക് നല്ല ഫസ്റ്റ് ക്ലാസ് പണിഷ്മെന്റ് ആണ്. അവർക്ക് അവിടെയുള്ള ആണുങ്ങൾക്ക് ചുണയില്ലാത്തതുകൊണ്ട്, പെണ്ണുങ്ങൾക്കും ചുണയില്ലാത്തതുകൊണ്ടാണ് വെച്ച് അടിച്ച് പറ്റിച്ചു കൊടുക്കേണ്ട നാറിയല വരുന്നത്. കുറെ നാളുടെ ചെറുക്കൻ്റെ തലയിൽ കയറുന്ന പെണ്ണ് ഒരു കാര്യം വേണ്ട. ഒരു ദിവസം നാട്ടുകാർ മൊത്തം കൂടിയിട്ട് ഇവിടെ പഞ്ഞിക്കിട്ട തീരുന്ന കുങ്കാരം മാത്രമേ വെക്കുള്ളൂ. ഒന്നിനു മുമ്പ് ചെറുക്കനെ കാണുമ്പോ പെണ്ണിനങ്ങ് ഇളക്കാം. ഈ അമ്മായിയമ്മ ആവാൻ അങ്ങ് കൊത്തിയ മുതുക്കി പാണ്ടാരം 18ഓളം കേസ്. നിങ്ങൾ കണ്ട ഷെഫീന ബീബി മിനിയാന്ന് ഞാൻ ഈ സാധനത്തിന് നേർക്ക് നേരെ കണ്ടതാ. പാണ്ടി ലോറി പുണ്ടച്ചി കൂറ തമിഴത്തി പുണ്ടച്ചി മോള് കിളവി പറക്കിളവി 16 കേസുണ്ട്. ഇതിലെല്ലാം തന്നെ ആണുങ്ങൾ ബലാത്സംഗം ചെയ്യുന്നത്. ലോകത്തുള്ള ആണുങ്ങൾ മുഴുക്ക ബലാത്സംഗം നടക്കുന്ന വേശിയാണ്. ഡാഷിന്റെ മോളി കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് കക്കൂസിന് മാത്രമാണ്, അവൾക്ക് മാത്രമേ ബലാത്സംഗമുള്ളൂ. മൊത്തം ആണുങ്ങളും കയറി ഇറങ്ങി ബലാത്സംഗം ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ നിന്നാണ് കെന്നിന്റെ കിണ്ണേ 5000 രൂപ വാങ്ങിക്കണം. ബലാത്സംഗം ചെയ്ത് നടക്കുന്ന വേശിയാണ് ഷെഫീനയുടെ മരുമോളാവാൻ യോഗ്യത. 16 കേസുണ്ട്. ഇതിലെല്ലാം തന്നെ ആണുങ്ങൾ ബലാത്സംഗം ചെയ്യുന്നത്. ലോകത്തുള്ള ആണുങ്ങൾ മുഴുക്ക ബലാത്സംഗം ചെയ്ത് നടക്കുന്ന വേശിയാണ് ഷെഫീനയുടെ മരുമോളാവാൻ യോഗ്യത. അയ്യോടി അത്രയ്ക്ക് അങ്ങ് പെണ്ണില്ലാതെ കിടക്ക്.
കിടക്കുന്നു. ഈ അല്ല ഷെഫീനെ, നിങ്ങൾക്ക് എന്തിന്റെ കേടാ ഈ മാതിരി കിളവി മുതുക്കി പാണ്ടിച്ച് പുണ്ട കൂറ തമിഴ്ത്തികളെയൊക്കെ മരുമകളാക്കാനായിട്ട് അടിച്ച് കിടക്ക ആപ്പീസ് കുട്ടിക്ക് സാമാനം വരെ തൂങ്ങി ഒലിച്ച് കിടക്കുന്ന മുതുക്കി മൂതേവി മരുമോളാകാൻ യോഗ്യത. അയ്യോടി അത്രയ്ക്ക് അങ്ങ് പെണ്ണില്ലാതെ കിടക്കണ് ഈ സാമാനം വരെ തൂങ്ങി ഒലിച്ച് കിടക്കുന്ന മുതുക്കി മൂദേവിക്ക് ഞാൻ കൊണ്ടുവരുന്ന് ഒലിച്ച് സാമാനം വരെ തൂങ്ങി ഒലിച്ച് കിടക്കുന്ന മൂദേവി എന്ന് ഇപ്പൊ പറഞ്ഞില്ലേ, കറക്റ്റാ. പറയണ്ടെന്ന് വെച്ചിട്ടാ ഈ അമ്മിഞ്ഞേയും ഇവിടെ ഈ വയറുമുടി വന്നിട്ട് ഇതിങ്ങനെ കിടന്നു, ഇതിങ്ങനെയാണ് നിൽക്കണത്. സത്യം കിളവികൾ ഇതിലും നിവർന്ന് നിൽക്കും. ഇതിങ്ങനെ ഈ അമ്മിഞ്ഞയും വയറുമുടി കൂടിക്കിടന്നിട്ട് ഒരു തരം കിളവി ലുക്കിലാണ് ഈ സാധനം അവിടെ നിൽക്കണത്. കണ്ടിട്ട് തന്നെ എനിക്ക് പരിതാപകരം തോന്നി. ഇതൊന്നും ഷെഫീനെയും ഇവളേനെയും വെച്ച് നോക്കി കഴിയുമ്പോൾ ഇവളുടെ മരുമകൾ ആണെന്ന് പറയും ഷെഫീനെ കണ്ട. ചില തമിഴത്തി പുണ്ടച്ചി പാണ്ടിലോറി വേഷം കെട്ടി വന്നത് എങ്ങനെ ഇരിക്കും അതുപോലെ വന്ന് ഈ പുണ്ടച്ചി ഷെഫീനയുടെ മരുമളാകാൻ ചെന്ന് കഴിഞ്ഞാൽ, ഷെഫീനയുടെ മരുമളാകാനായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഷെഫീനേനെ വേണമെങ്കിൽ ഇവളുടെ മരുമകളാക്കാം. അത്രത്തോളം കിഴവി ലുക്ക് ഉണ്ട് ഇവക്ക്. ഇത്രയേ ഉള്ളൂ. ബാക്കി ഞാൻ തരുന്നുണ്ട്. ഇതിപ്പോ കേട്ടതിന്റെ ബാക്കി. ഇനി ബാക്കി ഇത് മുഴുവൻ കേട്ടിട്ട് ഇനി ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. കേട്ടടി എന്ത് വെച്ച് ആലവലാതിക്കൊണ്ടായവളെ പിന്നെ അത് കേൾക്കാൻ ഞാൻ വെയിറ്റിങ്ങിലാണ്. പെട്ടെന്നാവട്ടെ. ഐ ആം വെയിറ്റിംഗ്.